നമസ്കാരം. ദിവ്യ എസ് അയ്യർ IAS കേരളത്തിന്റെ മതേതരത്വത്തിന്റെ മുഖം കൂടിയാണെന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവർ ഒരു കവിത ചൊല്ലി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പടം അതിന്റെ മുന്നിൽ നിന്ന് ഒരു പൊതുപരിപാടിയിൽ അവർ ഒരു കവിത ചൊല്ലുകയാണ്. മുഹമ്മദ് വെമ്പായത്തിന്റെ വരികൾക്ക് സെബി നായരമ്പലം സംഗീതം കൊടുത്തൊരു കവിത എന്നുള്ള നിലയ്ക്ക് അവർ പാടിയ ഒരു പാട്ട്, അതായത് ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ചാണക സിനിമയുടെ പ്രൊപ്പഗൻഡ അറിയാലോ, കേരള സ്റ്റോറി 2 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചാണക സിനിമ, ഒരു പ്രൊമോഷൻ സിനിമ പുറത്തേക്ക് വന്ന അതിന്റെ ട്രെയിലർ കേരളത്തിൽ വലിയ ചർച്ചയായിരിക്കുന്ന സമയത്താണ് ദിവ്യ എസ് അയ്യർ ഒരു ഇതുപോലൊരു കവിതയായിട്ട് കേരളം എന്താണെന്നും കേരളത്തിലെ മനുഷ്യർക്ക് പടച്ചോന്റെ പേരിൽ തമ്മിത്തല്ലില്ലാത്തൊരു സമയമാണെന്നും ഈ വ്രതശുദ്ധിയുടെ കാലത്ത് അവർ ഉറക്കെ ഒരു മൈക്കിന്റെ മുന്നിൽ നിന്ന് പരസ്യമായിട്ടൊരു കവിത ചൊല്ലിക്കൊണ്ട് കേരളത്തിന്റെ മതേതരത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ കേരളത്തിന്റെ മനുഷ്യർക്കിടയിലെ മതേതര ബോധത്തെ കൃത്യമായി ഊട്ടിയുറപ്പിച്ച ആ കവിത നാട് കേൾക്കണം. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ഒരു വീട്ടിലടുപ്പു പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലാർന്നേ, ഒരു കണ്ണ് കരഞ്ഞു നിറഞ്ഞാൽ ഓടിവരാൻ പലരുണ്ടാർന്നേ, നാടെങ്ങും മതിലില്ലാർന്നേ, നടവഴിയിടവഴി നൂറുണ്ടാർന്നേ, 4 മണിപ്പൂവുണ്ടാർന്നേ, നല്ലോർ ചൊല്ലിനു വിലയുണ്ടാർന്നേ, അന്നും പല മതമുണ്ടാർന്നേ, അതിനപ്പുറമൻപുണ്ടാർന്നേ, അന്നും പല മതമുണ്ടാർന്നേ, അതിനപ്പുറമൻപുണ്ടാർന്നേ, നിന്റെ പടച്ചോൻ എൻ്റെ പടച്ചോൻ എന്നുള്ളൊരു തല്ലില്ലാർന്നേ, അന്നും പല മതമുണ്ടാർന്നേ, അതിനപ്പുറമൻപുണ്ടാർന്നേ, നിന്റെ പടച്ചോൻ എൻ്റെ പടച്ചോൻ എന്നുള്ളൊരു തല്ലില്ലാർന്നേ. ആ നാടിനെ കണ്ടവരുണ്ടോ? എങ്ങോട്ടതു പോയറിവുണ്ടോ? ആ നാടിനെ കണ്ടവരുണ്ടോ? എങ്ങോട്ടതു പോയറിവുണ്ടോ? ആ നാട് എങ്ങോട്ടും പോയിട്ടില്ല, കേരളത്തിൽ തന്നെ ആ നാടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ആഹ്വാനമാണ് നമ്മുടെ സാംസ്കാരിക കേരളത്തിൻ്റെ ഐക്യം എന്നുള്ളത്. സംഘികൾക്ക് താങ്ങില്ല. മിക്കവാറും ഇന്നു മുതൽ അല്ലെങ്കിൽ തന്നെ നേരത്തെ അവരെ ഈ ശത്രു പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വ്യക്തിയാണ്. ആ നിലയ്ക്ക് ഇനിയിപ്പോൾ തെറിവിളിയുടെ അല്ലെങ്കിൽ അവരുടെ ആക്ഷേപങ്ങൾ കുറച്ച് കൂടും. കാര്യം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സൈഡിൽ കൂടെ കെട്ടിപ്പൊക്കിക്കൊണ്ട് വരുമ്പോഴാണല്ലോ ഇതുപോലുള്ള ശബ്ദങ്ങൾ ഉറക്കെ സമൂഹത്തിന്റെ മുന്നിലേക്ക് പദവിയിൽ, അതായത് ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരിക്കുമ്പോഴും കേരളത്തിന്റെ മതേതരത്വത്തെ ഊട്ടി ഉറപ്പിക്കേണ്ടത് ഓരോ മനുഷ്യന്റെ ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് താൻ സമൂഹത്തിൽ അത് കൃത്യമായി പറയേണ്ടതുണ്ട് എന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പോ അല്ലെങ്കിൽ ശത്രുപക്ഷമോ ഉണ്ടാകുന്നെങ്കിൽ അതിലൊന്നും ഭയപ്പെടാതെ ഇങ്ങനെ ആ ഒരു കേരളത്തെക്കുറിച്ച് സംസാരിക്കാൻ ധൈര്യം കാട്ടുന്ന ദിവ്യ എസ് അയ്യറെ കേരളത്തിന്റെ മതേതരത്വത്തിന്റെ ഒരു ഐക്കൺ എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കാൻ കഴിയുക? എന്തായാലും ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഇങ്ങനെ ശബ്ദിക്കുന്നവരാണ് കേരളത്തിന്റെ മതേതര സംരക്ഷകർ എന്ന് പറയേണ്ടി വരികയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു ചിത്രം പുറകെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ആ വീഡിയോ എടുക്കുമ്പോൾ അവർക്കറിയാം ഇതിൽ ഇനിയിപ്പോൾ വിമർശനം വരും. പിണറായിയുടെ ചിത്രം വെച്ചിട്ടുള്ളൊരു പരിപാടിയുടെ മുന്നിൽ നിന്ന് പറയുമ്പോൾ അവരെ പിണറായി ഫാൻ എന്ന രീതിയിലോ അല്ലെങ്കിൽ പിണറായിയുടെ പ്രൊമോട്ടർ എന്ന രീതിയിലൊക്കെ അധിക്ഷേപിക്കുന്നു. പക്ഷേ അവരതൊന്നും ചെവിക്കൊള്ളാതെ ഇങ്ങനെ അതിനെ ഒരു, ഞാൻ പറയുന്നത്, മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണമെന്ന് പറയുന്ന പോലെ, ഈ അണ്ണാരക്കണ്ണനും തന്നാലായതെന്ന് പറയുന്ന പോലെ അവർ ഒരു IAS ഉദ്യോഗസ്ഥയാണെങ്കിൽ പോലും പൊതു ഇടങ്ങളിൽ എന്താണ് കേരളത്തിന്റെ മതേതരത്വവും വരുന്ന തലമുറ അതെങ്ങനെയാണ് ചേർത്ത് നിർത്തി കൊണ്ടുപോകേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ അവരാൽ കഴിയുന്ന രീതിയിലേക്ക് പൊതുജനങ്ങൾക്കിടയിലേക്ക് അത് എത്തിക്കാൻ നടത്തുന്ന ആ ശ്രമത്തെ ഉണ്ടല്ലോ, അതിനെ കൈയടിക്കാതെ തരമില്ല. ഇത്തരം സ്വരങ്ങൾ തന്നെയാണ് ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്നവരും ഈ നാടിനെ ഇകഴ്ത്താൻ ശ്രമിക്കുന്ന സന്ദർഭത്തിൽ ഉയർന്നു വരേണ്ടത്. അത് കവിതയെങ്കിൽ കവിത, മറ്റെന്തെങ്കിലും ആണെങ്കിൽ ആ രീതിയിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്വം വളരെ കൃത്യമായിട്ട് ദിവ്യ നിർവഹിച്ചു എന്ന് പറയാതിരിക്കാൻ തരമില്ല. ഹാറ്റ്സ് ഓഫ്.